അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങളെക്കുറിച്ചിട്ടാണ്. പ്രമാണങ്ങളിൽ വന്ന അന്ത്യനാളിൻ്റെ ചെറിയ അടയാളങ്ങൾ നാം പരിശോധിക്കുകയുണ്ടായി. ഇനി അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്നാണ് നോക്കാം. ചെറിയ അടയാളങ്ങളിൽ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അതിനുശേഷമോ തന്നെ നടന്നു കഴിഞ്ഞതോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ ഇനി നടക്കാനിരിക്കുന്നതോ ആകാം. എന്നാൽ വലിയ അടയാളങ്ങൾ മുഴുവനും ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ്. വലിയ അടയാളങ്ങൾ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. വലിയ അടയാളങ്ങൾ അന്ത്യനാളിനോട് ഏറ്റവും അടുപ്പിച്ചാണ് സംഭവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന വലിയ അടയാളങ്ങൾ കൂടി സംഭവിച്ചാൽ പിന്നെ അന്ത്യനാൾ ലോകാവസാനം അധികം വൈകാതെ തന്നെ സംഭവിക്കും. ചെറിയ അടയാളങ്ങളിൽ നടന്നതോ നടക്കുന്നതോ നടക്കാനിരിക്കുന്നതോ ആയവ എല്ലാവർക്കും ശ്രദ്ധിക്കുവാനോ അറിയാനോ സാധിച്ചു കൊള്ളണമെന്നില്ല. പലതും പരോക്ഷമാണ്. എന്നാൽ വലിയ അടയാളങ്ങൾ ഇനി വരാനുള്ളത് അന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും അറിയാനും മനസ്സിലാക്കാനും സാധിക്കും വിധം പ്രത്യക്ഷവും പ്രകടവും ആയിരിക്കും. അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങൾ: 1. ഇമാം മഹദിയുടെ വരവ്, ദജ്ജാലിൻ്റെ വരവ്, ഈസാ നബിയുടെ ഇറക്കം, പുനരാഗമനം, യഹ്ജൂജ് മഹ്ജൂജ് വിഭാഗങ്ങളുടെ പുനരാഗമനം, ദാബത്തുൽ അർള് ഒരു ജീവി, ദുക്കാൻ ഒരു തരം പുക, ഭൂമിയിലേക്ക് ആഴ്ത്തൽ, കസ്ഫ് എന്ന് പറയും, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കൽ, യമനിൽ നിന്നുള്ള തീ. ഇതുകൂടാതെ മുമ്പ് നാം ചെറിയ അടയാളങ്ങളുടെ കൂട്ടത്തിയൽ എണ്ണിയ കഅബ പൊളിക്കൽ, ഖുർആൻ ഉയർത്തപ്പെടൽ എന്നിവയെ ചില പണ്ഡിതന്മാർ വലിയ അടയാളങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത്. അതിനുള്ള ചില കാരണങ്ങൾ പിന്നീട് വിശദീകരിക്കും. ഒന്ന് തുടങ്ങിയാൽ മറ്റുള്ളതെല്ലാം പെട്ടെന്ന് സംഭവിക്കും. ചെറിയ അടയാളങ്ങളിൽ നിന്ന് വലിയ അടയാളങ്ങളുടെ മറ്റൊരു വ്യത്യാസം ചെറിയവ വളരെ കാലങ്ങൾ നൂറ്റാണ്ടുകൾ കൊണ്ട് അല്പാൽപമായി നടന്നതാണ്. എന്നാൽ വലിയ അടയാളങ്ങളാകട്ടെ അവ ചുരുങ്ങിയ കാലയളവിൽ പെട്ടെന്ന് ഒന്നിനു പുറകെ മറ്റൊന്നായി വേഗം സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ഒരു നൂലിൽ കോർക്കപ്പെട്ട മുത്തുമണികൾ പോലെയാണ്. നൂൽ മുറിക്കപ്പെട്ടാൽ മുത്തുമണികൾ ഒന്നിനു തുടർന്ന് മറ്റൊന്ന് വീഴുമല്ലോ. ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ ശേഖരിച്ച നബിവചനം. ഇമാമുകളെ ഹാക്കിം, ദഹബി, അൽബാനി എന്നിവർ ഇത് സഹിയാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ കീഴിലുള്ള മറ്റു ഗ്രൂപ്പുകൾക്കും ഞാൻ ഈ പറയുന്ന അറിവുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇമാം മഹദിയുടെ വരവ്. അന്ത്യനാൾ അടുക്കുമ്പോഴും ലോകം മുഴുവനും അന്യായങ്ങളും അനീതിയും കൊണ്ട് നിറഞ്ഞതാകുമെന്ന് നാം കണ്ടു. ലോകം തിന്മയുടെയും അനീതിയുടെയും പാരമ്യതയിൽ നിൽക്കുമ്പോഴോ ഇമാം മഹദി വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, മഹദിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഭൂകമ്പങ്ങളും ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുമ്പോൾ അദ്ദേഹം കടന്നു വരും. അന്യായവും അനീതിയും നിറഞ്ഞ ഭൂമിയിൽ അദ്ദേഹം നീതിയും ന്യായവും കൊണ്ട് നിറക്കും. ഭൂമിയിലുള്ളവരും ആകാശത്തുള്ളവരും മലക്കുകൾ അദ്ദേഹത്തിന് തൃപ്തിപ്പെടും. സമ്പത്ത് സിഹാഹിയായി അദ്ദേഹം വീതിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, എന്താണ് സിഹാഹൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്കിടയിൽ തുല്യമായി വീതിക്കും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുഹമ്മദിൻ്റെ സമുദായത്തിൻ്റെ മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളെ അള്ളാഹു ഐശ്വര്യത്താൽ നിറക്കപ്പെടും. ഹൃദയങ്ങളെ അള്ളാഹു തആല ഐശ്വര്യത്താൽ നിറക്കുകയും അദ്ദേഹത്തിൻ്റെ മഹദിയുടെ നീതി അവർക്കെല്ലാം വിശാലമാക്കുകയും ചെയ്യും. 7 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 9 വർഷം അദ്ദേഹം അപ്രകാരം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് ശേഷം യാതൊരു നന്മയും ഉണ്ടായിരിക്കുകയില്ല. ഇമാം അഹ്മദ് മുസ്തനദിൽ ഉദ്ധരിച്ചത്. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി കാണാം, ഈ സമുദായത്തിൻ്റെ അവസാനത്തിൽ മഹദി പുറപ്പെടും. അദ്ദേഹത്തിനു അള്ളാഹു മഴ കനിയും. ഭൂമി അതിലെ സസ്യങ്ങളെ മുളപൊട്ടിക്കും. സമ്പത്ത് തുല്യമായി നൽകപ്പെടും. കാലികൾ പെരുകും. സമുദായം മുസ്ലിങ്ങൾ ആദരിക്കപ്പെടും. 7 അല്ലെങ്കിൽ 8 വർഷം അദ്ദേഹം ജീവിക്കും. ഇമാം ഹാക്കിം ഉദ്ധരിച്ചത്. ഇമാം ഹാക്കിം, ദഹബി, അൽബാനി എന്നിവർ ഇത് സഹിയാണെന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ലോകത്ത് സർവ്വ ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും നിലനിൽക്കും.
നിങ്ങളുടെ കീഴിലുള്ള മറ്റു ഗ്രൂപ്പിലേക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇമാം മഹദിയുടെ വിശേഷണങ്ങൾ ഹദീസിൽ കാണാം. ഇമാം മഹദി വരുമെന്ന് നാം മനസ്സിലാക്കി അദ്ദേഹം എങ്ങനെയുള്ളവരായിരിക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽപ്പെട്ട വ്യക്തി ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമയുടെ സന്താന പരമ്പരയിലായി എൻ്റെ കുടുംബത്തിൽപ്പെട്ടയാളെന്ന് ഇമാം മഹദി. സുനനുബിനു മാജ ഇത് സഹിയാണെന്ന് മറ്റൊരു നബി വചനം. മഹദി നമ്മിൽപ്പെട്ടവനാണ്, അഥവാ നബി കുടുംബത്തിൽ ഒരു രാവിൽ അള്ളാഹു അധികാരമേറ്റെടുക്കാൻ പ്രാപ്തനാകും. അഹ്മദ് ഇബ്നു മാജ എന്നിവർ ശേഖരിച്ച നബി വചനം. ഇമാം മഹദിക്ക് നബിയുടെ അതേ പേരായിരിക്കും. എൻ്റെ കുടുംബത്തിൽ നിന്നും ഒരാൾ അധികാരമേൽക്കുന്നത് വരെ അന്ത്യനാൽ സംഭവിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ പേരിനോട് ഒത്തുചേരും. ഇമാം അഹ്മദ് ശേഖരിച്ച നബി വചനം. ഇത് ഹസൻ ആകുന്നു. അവസാന ഹദീസിൽ അദ്ദേഹത്തിൻ്റെ പേരും എൻ്റെ പേരുമായി ഒത്തുവരും എന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കൂടി കാണാം, അദ്ദേഹത്തിൻ്റെ മഹദിയുടെ പേർ എൻ്റെ പേരുമായി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരും എൻ്റെ പിതാവിൻ്റെ പേരുമായി ഒത്തുവരും. ഇമാം അബൂദാവൂദ് ശേഖരിച്ച നബി വചനത്തിൽ ഒരു ഭാഗം ഇത് സഹിയാണെന്ന് പറഞ്ഞു. മേൽ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്: ഇമാം മഹദി അഹ്ലുൽ ബൈത്തിൽ നബി കുടുംബം പെട്ടവനും നമ്മുടെ നബിയുടെ അതേ പേരും മുഹമ്മദ് ബിൻ അബ്ദുള്ള ഉള്ളവനുമായിരിക്കും. ഇമാം മഹദിയുടെ മുഖം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹദി എന്നിൽ പെട്ടയാളാണ്, വിശാലമായ നെറ്റിയും നീണ്ട മൂക്കുമാണ് അദ്ദേഹം. ഇമാം അബൂദാവൂദ് ശേഖരിച്ച നബി വചനം. ഇമാം മഹദിയാണെന്ന് സ്വയം വാദിച്ചവർ അന്ത്യനാളിൽ മുന്നോടിയായി ഇമാം മഹദി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ഹദീസുകൾ വന്നതായി നാം കണ്ടു. എന്നാൽ എല്ലാ കാര്യത്തിലും വ്യാജന്മാർ ഉള്ളതുപോലെ മഹദി വിഷയത്തിലും അവകാശവാദം ഉന്നയിച്ച വ്യാജന്മാർ ചരിത്രത്തിൽ അനേകം പേർ ഉണ്ടായിട്ടുണ്ട്. അവരെ ചുരുക്കത്തിൽ ഒന്ന് പരിശോധിക്കാം. ഷിയാ വിഭാഗം ഉണ്ടാകാൻ കാരണക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു സബാഹിനു ഇങ്ങനെ ഒരു വാദമുണ്ടായിരുന്നു. ഹദീസിൽ പറഞ്ഞ മഹദി അലി റളിയല്ലാഹു ആണ്, അദ്ദേഹത്തെ ലോകാവസാനം വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങി വരും. എന്തിലും ഏതിലും അലി റളിയല്ലാഹുവിന് മറ്റ് സ്വഹാബിയേക്കാൾ അമിത പ്രാധാന്യം കൊടുക്കാൻ ഷിയാക്കളുടെ ഒരു രീതിയാണല്ലോ. എന്നാൽ അലി റളിയല്ലാഹു ഒരിക്കലും അങ്ങനെ അവകാശപ്പെടുകയോ സബഹിൻ്റെ വാദം ശരിവെക്കുകയോ ചെയ്തിട്ടില്ല. ഈ വാദം കേവലം ഷിയാക്കളുടെ സൃഷ്ടിയാണ്. മഹദിയാണെന്ന് സ്വയം അവകാശപ്പെട്ട ഒരാളാണ് ഉബൈദുള്ള അൽ ഖദ്ദാദ്. ധാരാളം മുസ്ലിങ്ങളെ കൊല്ലുകയും കഅബ തകർക്കാൻ ശ്രമിക്കുകയും ഹജറുൽ അസ്വദ് ഒരിക്കൽ മോഷ്ടിക്കുകയും ചെയ്ത ഖറാമിത്ത വിഭാഗത്തിൻ്റെ തലവനൻ. മഹദിയാണെന്ന് സ്വയം വാദിച്ച ഇയാൾ ആഫ്രിക്കയിലെ തുനീഷ്യയിൽ മഹദിയ എന്ന ഒരു പട്ടണവും ഉണ്ടാക്കിയിട്ടുണ്ട്. മഹദിയാണെന്ന് വാദിച്ച് രംഗത്ത് വന്ന വേറെ ഒരാളും 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സ്വാലിഹ് ബിൻ താരിഖ് തനിക്ക് വഹ്യ് കിട്ടുന്നുണ്ടെന്ന് അദ്ദേഹം വാദിച്ച്, ഒപ്പം അദ്ദേഹം വേറെ ചില വാദങ്ങൾ കൂടി കൊണ്ടുവന്നു. നോമ്പ് റജബ് മാസത്തിലാണെന്നും നമസ്കാരം 5 നേരമല്ല മറിച്ച് 10 നേരമാണെന്നുമൊക്കെ ഇയാൾ തട്ടിവിട്ടു. മഹദിയാണെന്ന് വാദിച്ച മറ്റൊരു വ്യക്തിയാണ് സുഡാൻ വംശജനായ മുഹമ്മദ് ബിൻ അഹമ്മദ്. 1885 മരണപ്പെട്ടു. ആദ്യകാലത്ത് ഖാദിരിയ ത്വരീഖത്ത് സൂഫിയായിരുന്നു. 40 ദിവസം ഭജനമിരുന്ന ശേഷം താൻ ഹദീസിൽ പറയപ്പെട്ട മഹദിയാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. എന്നെ മഹദിയായി അംഗീകരിക്കാത്തവർ മുഴുവൻ കാഫിറുകളാണെന്നും അയാൾ വാദിച്ചു. മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖഹ്താനി താൻ മഹദിയാണെന്ന് സ്വപ്നദർശനമുണ്ടായി എന്ന് പറഞ്ഞ് ഇയാൾ സൗദിയയിൽ പ്രത്യക്ഷപ്പെട്ടു. കുറേ ആളുകൾ ഇയാൾക്ക് ബൈഹത്ത് ചെയ്യുകയും ചെയ്തു. ഇവരാണ് 1987 അറം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ആക്രമങ്ങൾ അഴിച്ചുവിടുകയും ധാരാളം ആളുകളെ അറമിൽ വെച്ച് കൊല്ലുകയും ചെയ്തു. മഹദിയാണെന്ന് അവകാശപ്പെട്ട ഇന്ത്യക്കാർ ലോകത്തിൽ വിവിധ ഭാഗങ്ങളിലും ഞാൻ മഹദിയാണെന്ന് പറഞ്ഞ് കടന്നു വന്നതുപോലെ ഇന്ത്യയിലും മഹദി വാദവുമായി വന്നവർ ഉണ്ട്. മുഹമ്മദ് ജാൻപൂരി 15-ാം നൂറ്റാണ്ടിൽ ഉത്തർപ്രദേശിലെ ജാൻപൂർ പ്രദേശത്താണ് ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. താൻ മഹദിയാണെന്ന് പ്രഖ്യാപിക്കുകയും ധാരാളം ആളുകൾ അയാളെ അംഗീകരിച്ച് ബൈഹത്ത് ചെയ്യുകയും ചെയ്തു. ഇയാളെ പിൻപറ്റിയവർ മഹദികൾ എന്ന പേരിൽ അറിയപ്പെടും. മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, പാകിസ്ഥാൻ, കാനഡ, UK, ആഫ്രിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ ഇന്ത്യക്കകത്തും പുറത്തും ഇയാൾക്ക് അനുയായികൾ ഉണ്ടായിരുന്നു. ഇന്നും ഹൈദരാബാദ് പ്രദേശങ്ങളിൽ ധാരാളം മഹദികൾ ജീവിക്കുന്നുണ്ട്. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സാക്ഷാൽ ഖാദിയാനി മതത്തിൽ സ്ഥാപകൻ. പ്രവാചകത്വം വാദിക്കുന്നതിന് മുമ്പ് ഇയാൾ ആദ്യകാലങ്ങളിൽ വാദിച്ചത് താൻ മഹദിയാണെന്നായിരുന്നു. യഥാർത്ഥത്തിൽ മഹദിയെ എങ്ങനെ തിരിച്ചറിയാം?
മുകളിൽ നാം കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മഹദിവാദം ഉന്നയിച്ച ചിലരെക്കുറിച്ച് മാത്രമാകുന്നു. യഥാർത്ഥത്തിൽ ഈ ലിസ്റ്റ് വളരെ വലുതാണ്. നബിക്ക് ശേഷം ഇതുവരെയുള്ള ഏകദേശം എല്ലാ നൂറ്റാണ്ടുകളിലും മഹദിയാണെന്ന് വാദിച്ച് ആരെങ്കിലുമൊക്കെ വേഷം കെട്ടിയിട്ടുണ്ട്. ശരി, അപ്പോൾ എങ്ങനെ യഥാർത്ഥ മഹദിയെ തിരിച്ചറിയും? അതിനു നമ്മെ സഹായിക്കുക മഹദിയെക്കുറിച്ച് വന്ന ഹദീസുകൾ തന്നെ. ഒരാൾ മഹദിവാദം ഉന്നയിച്ചാൽ ഹദീസിൽ പറഞ്ഞ താഴെയുള്ള അടയാളങ്ങൾ അയാളിലുണ്ടോ എന്ന് ഒത്തുനോക്കുക. അത്ര തന്നെ. മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ്. മഹദിയുടെ പേര് മുഹമ്മദ് എന്നും പിതാവിൻ്റെ പേർ അബ്ദുള്ള എന്നുമായിരിക്കും. മഹദി ലോക മുസ്ലിങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും നൽകും. മുകളിൽ മഹദിവാദവുമായി വന്ന പലരും അറം ആക്രമിക്കുകയും മുസ്ലിങ്ങളെ കൊല്ലുകയും ചെയ്തവരാകുന്നു. മഹദിയുടെ കാലഘട്ടത്തിൽ തന്നെ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങുമെന്നും ഹദീസിലുണ്ട്. മുകളിൽ മഹദിയാണെന്ന് വാദിച്ച ആരുടെ കാലത്തും ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങിയിട്ടില്ല. എന്നാൽ മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി ഇവിടെയും ഒരു അതിസാമർത്ഥ്യം കാണിച്ചു. അദ്ദേഹം ഞാൻ ഒരേ സമയം മഹദിയും ഈസയുമാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാളും ഒരേ സമയത്ത് വന്നല്ലോ, ഇത് വിഡ്ഢിത്തരമാണെന്ന് പറയേണ്ടതില്ലല്ലോ. മാത്രമല്ല അയാൾ നബി കുടുംബത്തിൽ പെട്ടവനോ പിതാവിൻ്റെ പേര് അബ്ദുള്ള എന്നോ ആയിരുന്നില്ല. ഇത് വേണ്ട പോലെ ജനങ്ങൾക്ക് ക്ലച്ച് പിടിക്കാതിരുന്നതിനാവാം പിൽക്കാലത്ത് മഹദിവാദം ഉപേക്ഷിച്ച് ഞാൻ നബിയാണെന്ന വാദത്തിലേക്ക് കൂടുമാറിയത്. മസീഹു ദജ്ജാലിൻ്റെ വരവ്. അന്ത്യനാളിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്നാണ് ദജ്ജാലിൻ്റെ വരവ്. മുസ്ലിങ്ങൾക്കിടയിൽ ധാരാളം തെറ്റിദ്ധാരണകളും തെറ്റിദ്ധരിപ്പിക്കലും ആജ്ഞതയും ഊഹാപോഹങ്ങളുമുള്ള വിഷയങ്ങളിലാണ് ദജ്ജാൽ വിഷയം. മനുഷ്യ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചതിലും ഇനി സംഭവിക്കാനുള്ളതിലുമൊക്കെ വെച്ച് ഏറ്റവും വലിയ ഫിത്നയാണ് ദജ്ജാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആദമിൻ്റെ സൃഷ്ടിപ്പിനും അന്ത്യനാളുമിടയിൽ ദജ്ജാലിൻ്റെ കുഴപ്പത്തോളം ഭീകരമായ മറ്റൊരു സൃഷ്ടിയുമില്ല. ഇമാം മുസ്ലിം തൻ്റെ സ്വഹീൽ ശേഖരിച്ച മറ്റൊരു നബിവചനം. നിശ്ചയം ആദമിൻ്റെ സന്തതികളെ അള്ളാഹു സൃഷ്ടിച്ചത് മുതൽ ദജ്ജാലിൻ്റെ ഫിത്നയേക്കാളും വലിയ ഫിത്നയുണ്ടായിട്ടില്ല. നിശ്ചയം തൻ്റെ ജനതയ്ക്ക് ദജ്ജാലിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാതെ ഒരു പ്രവാചകനെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല. ഞാൻ അന്ത്യപ്രവാചകനാണെന്ന്, നിങ്ങളാകട്ടെ അവസാന സമുദായമാണെന്ന് നിസ്സംശയം അവർ ദജ്ജാൽ നിങ്ങളിൽ പുറപ്പെടും. മുൻ പ്രവാചകരും ദജ്ജാലിനെക്കുറിച്ച് താക്കീത് നൽകി. ഇക്കാര്യം മുകളിലെ ഹദീസിൽ നിന്ന് വ്യക്തമാണല്ലോ. ഈസാ നബിയും ഈ താക്കീത് നൽകിയതിനാലാകാം കാലങ്ങളിലായി ക്രൈസ്തവരും ദജ്ജാലിനെ മറ്റൊരു പേരിൽ വിശ്വസിച്ചു വരുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ എതിരാളി എന്ന അർത്ഥത്തിൽ ആൻറ്റി ക്രിസ്റ്റ് എന്നാണ് ക്രൈസ്തവർ ദജ്ജാലിനെ വിളിക്കുന്നത്. എന്നാൽ മറ്റു പ്രവാചകർ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ദജ്ജാലിനെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിശ്ചയം ഞാൻ അവനെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായി വർണ്ണിച്ചു തരുന്നതാണ്. എൻ്റെ മുമ്പ് മറ്റൊരു നബിയും അവനെ അപ്രകാരം വർണ്ണിച്ചിട്ടില്ല. ഇമാം ഇബ്നു മാജ ശേഖരിച്ച നബിവചനം. ഇത് സ്വഹീഹാണ്. അതെ, ദജ്ജാലിൻ്റെ ശരീരപ്രകൃതി, അവൻ്റെ പുറപ്പാട്, അവനുണ്ടാകുന്ന ഫിത്നകൾ, അവനിൽ നിന്ന് ഉള്ള രക്ഷ തുടങ്ങി പലതും നബി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവ ഓരോന്നായി പരിശോധിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് വിശദീകരിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പറഞ്ഞ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.